ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വളരെ മനസ്സിന് സന്തോഷം തോന്നിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കാരണം പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെയുള്ള മതസൗഹാർദ്ദം തുളുമ്പുന്ന വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ കാക്കനാട്, അത് എറണാകുളം കാക്കനാട് പടമുകൾ ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാണ്, ഇന്നിവിടെ അതായത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയിട്ട് ഇന്നിവിടെ അതായത് നാനാ മതസ്ഥരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഓപ്പൺ മസ്ജിദ് എന്നും പറഞ്ഞ് ഒരു ഇത് വെച്ചേക്കണേണ്. അതായത് എല്ലാ മതസ്ഥർക്കും വന്ന് ഇവരുടെ ചടങ്ങുകൾ എങ്ങനെയാണ് അതൊക്കെ നേരിട്ട് കാണാനുള്ളൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം. ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ? ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് ഞാൻ മുഹമ്മദ് അലി, ഈ പടമുൾ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം VS അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡൻറ്റ്. മിസ്റ്റർ NS സലീം, അദ്ദേഹം ജമാഅത്ത് കൗൺസിൽ അംഗം. അതിനുശേഷം അബ്ദുൾ റഹ്മാൻ, അദ്ദേഹം അത് തന്നെ ജമാഅത്ത് കൗൺസിൽ അംഗം. ഇത് നമ്മൾ സംഘടിപ്പിക്കുന്നത് അമിറ്റി ഫോറം എന്ന ഒരു സംഘടനയും കൂടിയുണ്ട്. കാരണം ഇവിടുത്തെ ടെക്കീസിൻ്റെ ഒരു ഫോറമാണ്, അവരൊരു ഓപ്പൺ ഫോറമാണ് അമിറ്റി ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ അമിറ്റി ഫോറത്തിൻ്റെ അംഗങ്ങളാണ് ഈ വന്നിരിക്കുന്നത്, ഭാരവാഹികളാണ് ഈ വന്നിരിക്കുന്നത്. അതിൽ മിസ്റ്റർ അഷ്ഫാഖ് ഉണ്ട്. അഷ്ഫാഖ് ഇവരെ പരിചയപ്പെടുന്നതായിരിക്കും. ഇത് നമ്മളുടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മിസ്റ്റർ രാജേഷാണ്, ഞങ്ങളുടെ വാഴക്കാല സ്വദേശിയാണ്. അത് നേരത്തെ എത്തിയിരുന്നത്. ഓക്കെ. അപ്പോൾ അഷ്ഫാഖ്, അനസ്, മിസ്റ്റർ അനസ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും കൂടി ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും ആൻസർ തരാം. ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചു, മതസൗഹാർദ്ദമാണ് ഉള്ളതെന്ന് എനിക്കറിയാമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കാണികൾക്കൊരു മെസ്സേജ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം വെക്കാനുള്ള കാരണം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ പലർക്കും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ തന്നെ വൈകി ഇന്നലെയാണ് അറിയണത് ഇങ്ങനെ ഒരു സംഭവം അടുത്ത് കിടന്നിട്ട് പോലും. അപ്പോൾ നെക്സ്റ്റ് ടൈം ആണെങ്കിൽ ഒരാൾക്ക് വരാൻ അടുത്ത് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ഒന്ന് അറിയിച്ചാൽ, ഇനി എങ്ങനെ അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ എന്നെ നേരത്തെ ഒന്ന് അറിയിച്ചായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് ജനങ്ങൾക്കുള്ള. ഞങ്ങൾക്കിത് ഒരു ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ് ഇത്. അപ്പോൾ ഇവരിങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് തന്നെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചപ്പോഴാണ് ഇത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ സമകാലിക മെസ്സേജ് തന്നത് അല്ല, ഇവർ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് തന്നിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം തന്നിരുന്നു, ഇങ്ങനെ ഒരു പ്രപ്പോസൽ തന്നിരുന്നു, ഇങ്ങനെ പരിപാടി വെക്കാൻ സംഘടിപ്പിക്കാമെന്നുള്ളതിൽ. കാരണം ഇവർ ഇതിനു മുമ്പ് കാക്കനാട് മസ്ജിദിൽ വെച്ച് ഈ ഒരു ഇതേപോലത്തെ ഒരു പരിപാടി കഴിഞ്ഞ 3-4 കോവിഡിന് മുമ്പായിട്ട് ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തരിക്കാടില്ലാത്ത നല്ലൊരു വിജയം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു മഹല്ലിൻ്റെ കീഴിൽ നടത്തുമ്പോൾ കൂടുതൽ പ്രാചീനമായിട്ടുള്ളൊരു പള്ളിയാണിത്. ആ പള്ളിയിൽ വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ സ്വീകാര്യത വർദ്ധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ നമ്മളെ സമീപിച്ചത്. ഞങ്ങളത് ജമാഅത്ത് കൗൺസിലിലേക്ക് വെച്ചു. ഞങ്ങളുടെ കൗൺസിൽ അംഗങ്ങൾ വളരെ സന്തോഷപൂർവ്വം അത് കൈക്കൊണ്ട് അവരെ തീരുമാനത്തെ വളരെ ഹാർദവമായി ഒരു സ്വാഗതം ചെയ്യുക, നമുക്ക് നടത്താമെന്ന് അവർ ഉറപ്പ് വരികയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് നടത്തുന്നത്. ഇവിടെ ധാരാളം നമുക്ക് മറ്റേ ആരാധനാലയങ്ങളുണ്ട്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ തിങ്ങിപ്പാർക്കുന്ന എല്ലാ മതസ്ഥരും, നാനാജാതി മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ട് പോലും നമ്മൾക്ക് ഒരു ആരാധനാലയത്തിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു ആരാധനാ ക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി നമുക്ക് വളരെയധികം ആർക്കും തന്നെ ഒരു അവയർനെസ് ഇല്ല. അപ്പോൾ അതിന് നമ്മളൊരു വേദി ഒരുക്കുക മാത്രമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലോകം ഇന്ന് വളരെയധികം പരീക്ഷണ ഘട്ടങ്ങൾ നേരിടുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും നമുക്ക് കണ്ടമാനം വിഷം ചീറ്റുന്ന പ്രസ്താവനകളും മറ്റും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്നാൽ അതിനോട് ഒരു നല്ല ഭൂരിപക്ഷം ജനങ്ങളും, അത് സഹോദര സമുദായങ്ങൾപ്പെട്ട ആരും തന്നെ അതിനോട് യോജിക്കുന്നില്ല നമുക്കറിയാം. അപ്പോൾ അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു വൻ വിജയമാക്കി തീർക്കുകയും നമ്മളുടെ പള്ളി ഓപ്പണാണെന്നും ഈ പള്ളിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് ഇന്നത്തെ അസർ നിസ്കാരം, അത് ഇന്നത്തെ സായാഹ്ന നിസ്കാരത്തിൻ്റെ പേരാണ് അസർ നിസ്കാരം. ആ അസർ നിസ്കാരത്തിൻ്റെ ഫംഗ്ഷൻ നമ്മളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ പരിപാടി ഏകദേശം 6 മണിയോടുകൂടി അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ മിസ്റ്റർ അഷ്ഫാഖിനെ ഞാൻ കൈമാറും. ചേട്ടൻ പറഞ്ഞാലേ ആദ്യം നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ജനിച്ചു വീണത് മനുഷ്യനായിട്ടാണ്, ബാക്കിയെല്ലാം അതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ എരൂര് മസ്ജിദിൽ പോയിട്ട് ഹുസൈനർ സക്കാഫി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മളൊക്കെ ആദ്യം മനുഷ്യനാണ്, അത് മറക്കരുത്, ബാക്കിയെല്ലാം അതിന് ശേഷമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തുന്നത്? ഒരു കുറച്ച് മുൻപ് പറഞ്ഞല്ലോ അതെന്താണെന്നും കൂടി ഒന്ന് വ്യക്തമാക്കണം നമ്മുടെ കാണികൾ. ഫോറം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ടെക്കികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. മിക്കവാറും ആളുകളുടെ സൗകര്യാർത്ഥം സിവിൽ സ്റ്റേഷൻ ആ പരിസരത്താണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു പഴയ പള്ളിയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടി വിപുലമായി കേരളം മൊത്തത്തിൽ ഇതൊരു അറിയപ്പെടുന്നൊരു ഇവൻ്റാക്കി മാറ്റണം, ഇതൊരു മറ്റുള്ളവരും ഇത് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിയെ സമീപിച്ചത്. വളരെ സ്വാഗതാർഹമായിരുന്നു കമ്മിറ്റിയുടെ ഞങ്ങളോടുള്ള മനോഭാവം.
അപ്പം ഇങ്ങനെ നടന്നതിൽ വളരെ സന്തോഷം. ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട്. അതാണ് ഈ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ അമിറ്റി ഫോറത്തിൻ്റെ? അമിറ്റി ഫോറം മെയിനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്താറ്. ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള നിലയിൽ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അശരണർക്കും പിന്നെ മെഡിക്കൽ ഇതുപോലുള്ള പഠിക്കാനുള്ള കുട്ടികളുടെ പിന്നെ അങ്ങനെയുള്ള ചില ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റു സഹോദര സമുദായങ്ങളൊക്കെ ആയിട്ടൊരു ഓപ്പണായിട്ടുള്ള ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മിക്കവാറും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഇനി തൊട്ട് അതിൻ്റെ ഒരു ഭാഗമാക്കാൻ എൻ്റെ നമ്പർ കൂടി തന്നേക്കാം. എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞേക്കണം. വർക്കില്ലേ അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തുണ്ട് ഞാൻ വന്നിരിക്കും. മറ്റെന്തെങ്കിലും നമ്മുടെ കാണികളോട് പറയാനുണ്ടോ? ഒരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പരിചയപ്പെടുത്തിക്കാം. ജമാഅത്ത് കൗൺസിൽ പറഞ്ഞു മിസ്റ്റർ കുഞ്ഞമോനാണ്. നമ്മുടെ ജമാഅത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓക്കെ. നമ്മളുടെ ഇവിടെ JRPS സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം. എൻ്റെ സലീം. നമ്മളുടെ മുൻകാലങ്ങളിലൊന്നും നമ്മളുടെ ആരാധനാലയങ്ങളുടെ അകത്ത് കയറി പ്രാർത്ഥന കാണുകയോ അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം ആരും കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇപ്പോൾ പുതിയതായി വരുന്ന തലമുറ ശരിക്കും പറഞ്ഞാൽ എന്താണ് ആരാധന, മുസ്ലിം സമുദായത്തിൻ്റെ ആരാധന എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിലൂടെ വരും കാലങ്ങളിൽ കൂടുതൽ എല്ലാ സമുദായക്കാരും ഒറ്റക്കെട്ടായി അവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മതസൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാവുന്ന ഉദ്ദേശമാണ് ജമാഅത്ത് കൗൺസിലിന് പ്രസിഡൻറ്റിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം അത് തന്നെയാണ്. അതുകൊണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. വളരെ സന്തോഷം. അതിന് നമ്മുടെ മനസ്സും കൂടി ശുദ്ധമായിട്ടിരിക്കണം, മനുഷ്യനാകുക അല്ലേ? അതാണ് ഷോർട്ടാക്കി പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الفلاح പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് എല്ലാ മസ്ജിദുകളും തീർന്നു 5 നേരം ബാങ്ക് എന്ന് പറയുന്ന ജനങ്ങളെ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയാളമാണ് ബാങ്ക്. നമ്മളെല്ലാവരും എല്ലാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഈ ശബ്ദം 5 സമയത്തായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വൈകിട്ട് നിസ്കരിക്കാനുള്ള അറിയിപ്പായിട്ട് ജനങ്ങളിലേക്ക് അറിയിക്കുന്ന ഈ നിസ്കാരത്തിൻ്റെ പേര് അസർ എന്നാണ്. ഒരു ദിവസം 5 നേരമാണ് നിസ്കാരം. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി. ളുഹർ എന്ന് പറഞ്ഞ ഏകദേശം ഉച്ച സമയത്ത്, അസർ
ടൈമാണിത്. മഗ്‌രിബ് തന്നെ ഒരു 6-6:15, ഇശാ എന്ന് പറഞ്ഞാൽ ഒരു 8 മണി രാത്രി, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതത്തിൽ ഒരു 5 മണി സമയത്താണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ടൈമായി എന്ന് ജനങ്ങളിലേക്ക് അറിയിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് സംവിധാനിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിലും ബാങ്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഉന്നതനാണ്, അതായത് ദൈവം ഉന്നതനാണ്, അല്ലാഹു ആരാധനക്കർഹൻ അല്ലാഹുവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. ഹയ്യ അലസ് സ്വലാഹ്, വിജയത്തിലേക്ക് വരൂ, ഹയ്യ അലസ് സ്വലാഹ് നിസ്കാരത്തിലേക്ക് വരുവിൻ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരുവിൻ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഉന്നതനാണ് എന്നുള്ള ധ്വനികളാണ് ബാങ്കിൻ്റെ അതിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ വിശ്വാസികളെല്ലാം പള്ളിയിലേക്ക് വരികയും ഒരു 15 മിനിറ്റാണ് അതിൻ്റെ ഇടയിലുള്ള സമയം നിസ്കാരത്തിനുള്ള പ്രാർത്ഥനയ്ക്കുള്ളത്. അതിൻ്റെ ഇടയിൽ ജനങ്ങൾ വരുന്ന അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് കയറി പള്ളിയിലിരിക്കുന്നതിന് മുമ്പ് അവർ 2 റക്അത്ത് നിസ്കരിക്കുന്നത് കാണാം. 2 റക്അത്ത് അവർ നിസ്കരിച്ച് നിസ്കാരത്തിൻ്റെ ടൈം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയും അത് കഴിഞ്ഞ് ഇഖാമത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും. നിസ്കാരത്തിൻ്റെ ടൈമായി എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വചനമാണ് ഇഖാമത്ത് എന്നാണ് ഞങ്ങൾ പറയാറ്. അത് കൊടുക്കുകയും ഉടൻ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരു ഇമാമും എല്ലാ പള്ളികളും ഉണ്ടാവും, 1-2 ഇമാമിങ്ങളൊക്കെ ഉണ്ടാവും. അവർ നേതൃത്വം കൊടുക്കും. ബാക്കി എല്ലാവരും ബാക്കിൽ നിന്നിട്ട് നിസ്കാരത്തിന് അതായത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയുന്നൊരു സംവിധാനമാണ് ഓരോ 5 നേരം പള്ളികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ ബാങ്ക് നടന്നത്. എല്ലാവരും അതിന് സഹകരിച്ചതിൽ ദൈവത്തിന് നന്ദി. അടുത്തതായിട്ട് ഇവിടെ ഞങ്ങളുടെ സ്ഥലത്തിൽ എല്ലാവരും താഴെ ഇരുന്നാണ് പരിപാടി ചെയ്യുന്നത്. പക്ഷേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരിക്കാനുള്ള സമയമുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഇറങ്ങിയിരിക്കാം. അതല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കസേര തന്നെ ഇരിക്കാം. ഒരു നിർബന്ധമില്ല ഒരു കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മളിൻ്റെ അടുത്ത നിസ്കാര കർമ്മത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ടൈം പിടിക്കും. അപ്പോൾ അതുവരെ ഇതെല്ലാം കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളിത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ക്ഷണിക്കാൻ കഴിയുന്നത്. കാരണം ഈ പാമത്ത് എന്താണ്, നിസ്കാരം എന്താണ്, അപ്പോൾ അതിൻ്റെ ആ ആരാധനാ കർമ്മങ്ങൾ എല്ലാം നിങ്ങൾക്ക് വീക്ഷിക്കുന്നതിനും അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തിരി അഡ്വാൻസ് ആയിട്ട് എല്ലാം ക്ഷണിച്ചത്. അതുകൊണ്ട് എല്ലാവരും ക്ഷണിച്ച് കുറച്ച് ഒരു 15 നിമിഷം ഇരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. اللهم بارك لنا فيما أعطيتنا وفيما تعطينا وفيما أمسكت عنا بركة تامة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشفنا واشف مرضانا يا شافي الأمراض. ശേഷം ആ പള്ളിയിലെ സംഘാടകർ, അതുപോലെ മുസ്ലിയാർമാർ, അതുപോലെ അവർ ക്ഷണിച്ചിരിക്കുന്ന വിശിഷ്ട അതിഥികളെല്ലാം 2 വാക്ക് സംസാരിക്കേണ്ട ആൾക്ക് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോയതുകൊണ്ട് മാത്രം ഇടാഞ്ഞാണ്.
പിന്നെ അതുപോലെ ഇങ്ങനൊരു കാര്യം നടന്നത് നിങ്ങളിലേക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി നേരിട്ട് അനുഭവിച്ചു. പിന്നെ എന്താണ് ഇത് നിങ്ങളിലേക്കും എത്തിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. അത് നെക്സ്റ്റ് ടൈം ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇവരിങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്യുമ്പോൾ എന്നോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം ആണെങ്കിലും നിങ്ങൾക്ക് മറ്റു മതത്തിലൊക്കെ എന്തൊക്കെ നടക്കണ് കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു അവസരമാണ്. എല്ലാവരും സമയം കിട്ടുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോവുക, കാണേണ്ടതാണ്. കാരണം നമ്മൾ മനുഷ്യരായിട്ട് മാത്രം ആദ്യം കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് ശേഷം അവിടുത്തെ മുസ്ലിം പള്ളിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിംസായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നു. അതൊക്കെ കുറച്ച് ഭാഗമേ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ, മുഴുവൻ ഇട്ടിട്ടില്ല. കാരണം ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാനും ആവേശനും കലാഭവനും ഒരുപക്ഷെ ധാരാളം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കലാഭവന് ഞങ്ങളെടുത്ത ഒരു തീരുമാനം, കലാഭവന് മതത്തിൻ്റെ ഒരു ബ്രാൻഡില്ല. നിങ്ങളൊരു പക്ഷേ കലാഭവന് വന്നിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ ഒരു കുരിശുമില്ല, ഒരു ദൈവവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പിള്ളേരാണ് സിബിക്ക്, അൻസാറ്, ഇവരെല്ലാം കലാഭവനിൽ പഠിച്ചു പോയി. അപ്പോൾ കലാഭവൻ്റെ പ്രിൻസിപ്പൾ അതായിരുന്നു. ആവേശത്തിനോടൊത്ത് 6 വർഷം ഞാനവിടെ പ്രവർത്തിച്ച് ഞാൻ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഞങ്ങളൊരു സ്കൂളിൽ കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എടച്ചറയിലെ കലാഭവൻ. ഇപ്പോൾ അത് പബ്ലിക് സ്കൂളെന്ന് നമുക്ക് വാങ്ങി. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനവിടെ പോകും. കാക്കനാട് മാർക്കറ്റിൽ ചെറിയൊരു കച്ചവടം നടത്തുകയാണ്. ഈ പള്ളി ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ച് കൂട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. എൻ്റെ 65 വയസ്സിനിടയിലെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വിചാരിച്ചതിന് പടവൂർ പള്ളിക്കകത്ത് എന്തോ ഏതോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനല്ലാതെ അന്യ ദൈവം നിലനിൽക്കുന്നുണ്ടാകരുത്, ഏകദൈവമല്ലാതെ ഒരു ദൈവം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹവും ആരാധിക്കരുത്, അതിനെ വണങ്ങുക പോലും ചെയ്താൽ. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യമായത്. വളരെ സന്തോഷം. 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്കതിന് മറുപടി കിട്ടിയാൽ കൊള്ളാം. പുറത്തുനിന്നുള്ള ഒരു സഹോദരനോ സഹോദരിയോ ഒരു മുസ്ലിം മതം സ്വീകരിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങളത് അംഗീകരിക്കുമോ? പുറത്തുനിന്നുള്ള ഒരു സഹോദരൻ, ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ഒരു മുസ്ലിം മതം സ്വീകരിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങളത് അംഗീകരിക്കുമോ? അറിയാം. നമ്മൾ അംഗീകരിക്കാന്ന് പറഞ്ഞാൽ ഇസ്ലാം ആർക്കും സ്വീകരിക്കാം. അതിൽ പിന്നെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല, പള്ളിയുടെ അംഗീകാരത്തിന്റെ ആവശ്യം ശരിക്കും ഒരു മുസ്ലിം ആവാനില്ല. പള്ളി അംഗീകരിക്കുക വെച്ചാൽ പള്ളിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻസിലേക്ക് സ്പേസ് കൊടുക്കുക എന്നാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ, അതായത് പള്ളിയുടെ ഭാഗമാക്കുക. തീർച്ചയായും ആക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആക്കിയിട്ടില്ലെങ്കിൽ പള്ളി തറവാട്ട് സ്വന്തമല്ലോ, പള്ളി അള്ളാഹുവിൻ്റെതല്ലേ. അവിടെ ഒരാൾ മുസ്ലിമായിട്ട് വന്നാൽ പള്ളിയിൽ കയറാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവൻ മുസ്ലിമാവില്ല, ഇവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റും. പള്ളിയുടെ പ്രസിഡന്റിന് പള്ളിയിൽ പ്രത്യേകിച്ച് അധികാരമുണ്ട്, പക്ഷേ അതിന്റെ പരിപാലനമുണ്ട്. അവിടെ കയറ്റാൻ പറ്റില്ല. അവനാ പള്ളിയിൽ നിസ്കരിക്കാനും ആ ഖബർസ്ഥാനിൽ മറമാടാനും അതുപോലെ തന്നെ അവിടെ വന്നിട്ട് ആ സ്ഥാപന സ്പേസുകളൊക്കെ ഉപയോഗപ്പെടുത്താനും അവന് അധികാരമില്ല. കാരണം അവൻ വിശ്വാസിയാണ്, വിശ്വസിച്ചുള്ള ആളാണ്. അവരാർക്കും തടയാൻ കഴിയില്ല. പിന്നെ ആരെങ്കിലും എന്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാത്തതാണ്. ആർക്കും തടയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശ്വാസിയാവാൻ ആരും അംഗീകാരമില്ല. ഒരാള് അള്ളാഹു അല്ലാതെ ഇലാഹിയില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞാൽ ഞാനും ആ പറഞ്ഞ ആളും അള്ളാഹുവിനോട് സമമാണ്. പിന്നെ അംഗീകാരം വർക്കും അവൻ അംഗീകാരം എനിക്കും ഉണ്ടാവില്ല. ഞാൻ അവൻ അംഗീകരിക്കാറുണ്ട്, അവൻ എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ തുല്യമാണ്. രണ്ടാളോടെ തുല്യരാണ് മുസ്ലിമായി കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. വിശ്വാസത്തിന് മുന്നിൽ ഒരാൾക്ക് കേൾക്കൈ അങ്ങനെ ഉണ്ടാവില്ല. ഈവൻ അറബിക്കൂല്ല അനറബിക്കൂല്ല. അറബി അജമിയേക്കാളേറെ ഉഷാറാണ്. അങ്ങനെയില്ല. അറബ് നാട്ടിലാണ് നബി വന്നത് എഴുതി, അജമി അറബി അല്ലാത്ത ആളുകൾ അങ്ങനെയില്ല. കറുത്തവർ വെളുത്തവരക്കാരില്ല, ഒരു ഭൂഖണ്ഡക്കാർക്ക് മറ്റേ ഭൂഖണ്ഡക്കാരക്കാരില്ല. ഈ വിശ്വാസങ്ങളും ഈ കൽപ്പനകളും അനുസരിക്കാൻ ആര് തയ്യാറാവുന്നോ ആ നിമിഷം മുതൽ ഒരു വിശ്വാസിയാണ്, തുല്യരാണ്. അങ്ങനെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഇതൊരു വലിയ തുടക്കമാണ്.
ഇതൊരു തുടക്കമായിരിക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും എല്ലാ മഹല്ലുകളിലും ഈ സാഹോദര്യത്തിന്റെ സന്ദേശം എല്ലാവരും ഏറ്റുപിടിക്കുക. വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും വരുന്ന എല്ലാവിധ വിഷമലീവസമായ എല്ലാവിധ തെറ്റിദ്ധാരണകളെയും അകറ്റി നമ്മളെല്ലാവരും ഒരൊറ്റക്കെട്ടാണ്, ഒരു ജനതയാണ്. നമ്മൾ ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും പോരാടുന്നത് പോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ പങ്കിടും, നമ്മുടെ ആഹ്ലാദങ്ങളും നമ്മൾ പങ്കിടും, നമ്മുടെ ജീവിതത്തിൽ പരസ്പരം സഹകരിക്കുമെന്നുള്ള മെസ്സേജാണ് ഈ ഓപ്പൺ മസ്ജിദിലേക്ക് നിന്ന് തരുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുവാണ്. ആദ്യമായും അവസാനമായും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്ന നിങ്ങളുടെ മഹനീയ സാന്നിധ്യം തന്നെയാണ് ഈ പ്രോഗ്രാമിനെ ഇത്രത്തോളം വിശിഷ്ടമാക്കിയത്. നിങ്ങളുടെ സ്നേഹക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഈ ജന്മദിനത്തിൽ ഒഴിവ് കിട്ടിയ ദിനം പോലും ഒഴിവാക്കി നിങ്ങളിവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരുടെയും എൻ്റെ സ്വന്തം പേരിലും പടവുകൾ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും കമ്മിറ്റി ഫോറത്തിൻ്റെ പേരിലും MSSന്റെ പേരിലും ഞാൻ നിങ്ങളുടെ ഹൃദയംഗവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം നമ്മുടെ ഒരു സമാപന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഹബീബിക്ക് ഉണ്ടായിരുന്നില്ല, സെക്രട്ടറിയാണ് നമ്മുടെ പഴമൂല മസ്ജിദില്ല. അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. കൗൺസിലറാണ്. ഓക്കെ. അപ്പം നേരത്തെ ഇവർ രണ്ടുപേരും ഉണ്ടായില്ല, അപ്പോൾ അതും കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് നമ്മുടെ കാണികളോട് രണ്ടു വാക്ക് പറയാം? എന്തായാലും പടമൂൾ ജുമാ മസ്ജിദും അമിറ്റി ഫോറവും വാഴക്കാല MSSും കൂടി നടത്തിയ പരിപാടി അമുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ പടമൂൾ ജുമാഅത്തിൻ്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറ്റിയിരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അവരുടെ ചോദ്യോത്തരത്തിന് മറുപടി പറയാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വന്ന എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആണ് ഇവിടുന്ന് പിരിഞ്ഞത്. ഓക്കെ. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ നേരത്തെ തന്നെ എന്നെ അറിയിച്ചേക്കുക. ഇനി ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവരും കൂടി പങ്കെടുക്കട്ടെ. ഇതൊരു മത സൗഹാർദ്ദ യോഗമായാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു സന്ദേശം എല്ലാ ഭാഗത്തും എത്തണം. എല്ലാവരും അത് സംഘടിപ്പിക്കുകയും എല്ലാവരും അതിനകത്ത് ബന്ധപ്പെടുകയും ചെയ്താൽ നമ്മുടെ സമൂഹം നന്നാകും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും തുടക്കമാവട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. എന്തായാലും വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.